ഇപ്പൊ വയനാട്ടില് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായി. 300 പേരോളം ഇപ്പൊ മരണപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തെക്കാളും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചായിരിക്കും സോഷ്യൽ മീഡിയ. അതായത് കൊടുക്കണമെന്നൊരു കൂട്ടര്, കൊടുക്കരുത് എന്ന് വേറൊരു കൂട്ടര്, രണ്ടുപേരും ചേരി തിരിഞ്ഞ് അടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ കൊടുക്കണമെന്ന് പറയുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്തുകൊണ്ട് കൊടുക്കണം എന്ന് പറയുന്നതിന്. എന്നാൽ കൊടുക്കണ്ട എന്ന് പറയുന്നവർക്കും അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. ശരിയല്ലേ? അതായത് 2018 പ്രളയം മുതലാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ ദുരിതാശ്വാസ നിധി ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ തന്നെയുണ്ട്, നിലവിലുണ്ട്. ഒരുപക്ഷെ 2018 നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പ്രളയം വന്നു, ഇതിനെങ്ങനെ റീബിൽഡ് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്താണ് ശരിക്കും പറഞ്ഞ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എത്തുന്നത്. അന്ന് പക്ഷെ ആളുകൾ വാരിക്കോരി സഹായങ്ങൾ കൊടുത്തായിരുന്നു. അത് ചെറിയവനെന്നില്ല വലിയവനെന്നില്ല കോടിക്കണക്കിന് രൂപ ഒരുപാട് പൈസകൾ വാരിക്കോരി ആളുകൾ സഹായം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഒരു സംശയവും അന്ന് ആളുകൾക്ക് ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. അതായത് അന്ന് ഇത് എങ്ങനെ വിനിയോഗിക്കുന്നു, അതിലെന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങ് വിശ്വസിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അത്രയും ജനകീയനായ ആദ്യത്തെ, അതായത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രശ്നമാണ്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗ്ലാമർ അദ്ദേഹത്തിന് ഉണ്ട്, അതൊരു വിശ്വാസ്യതയുണ്ട്. അപ്പോ എന്ത് വന്നാലും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും, ഞാൻ ഉൾപ്പെടെ പേഴ്സണലി അതിന്റെ അകത്തേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം ഓൺലൈനായിട്ട് ഉള്ള അന്നത്തെ വാർ റൂമുകളൊക്കെ പ്രവർത്തിച്ചപ്പോൾ മുൻനിരയിൽ നിന്ന് നയിച്ച ഒരാളായിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം ചെയ്യും എന്ന് മറിച്ചൊരു അഭിപ്രായം ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ വന്ന് സംഭാവന ചെയ്ത ആൾക്കാരാണ്. മാത്രമല്ല താങ്കൾ 2018 വാർ റൂമിൽ ഉണ്ടായിരുന്ന ലൈവായിട്ട് നിന്ന ആളെ ഒരുപാട് ദിവസങ്ങൾ ഉറങ്ങാതെ. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ലീഡർ എന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബഹുമാനം വന്നൊരു സമയം കൂടിയായിരുന്നു. അപ്പം ആ സമയത്ത് വേറെ എന്തെങ്കിലും മാറിയൊരു ചിന്ത നമ്മുടെ തലയിൽ വരുന്നില്ല, കംപ്ലീറ്റ്ലി വിശ്വാസമായിരുന്നു. അതായത് ഈ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണവും വസ്ത്രവും ബാക്കിയുള്ള ആവശ്യ സാധനങ്ങളും വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് വന്നതിന് ശേഷം ഈ ആളുകൾക്ക്, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വീടും അതേപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫണ്ട് ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ദുരിതാശ്വാസ നിധി എന്നതിനേക്കാൾ ഒരു പുനരധിവാസ നിധി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. തീർച്ചയായും 2018 ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞ സമയം മുതൽ ഇന്ന് വരെ അതിനകത്തേക്ക് വന്നത് ഏകദേശം 4000 കോടി രൂപയ്ക്ക് മുകളിലാണ്. പക്ഷേ റീബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ 2024 ഈ സമയം നമ്മൾ സംസാരിക്കുന്ന സമയം ആ ഫണ്ടില് 231.75 കോടി രൂപ ഇപ്പോഴും ബാക്കിയുണ്ട്, നീക്കിയിരിപ്പുണ്ട്. ഇത്രയും രൂപ നീക്കിയിരിപ്പ് ഉണ്ടായിട്ടും വീണ്ടും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്കും വീണ്ടും അതിലേക്ക് ഫണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇടണ്ട, അതത്ര വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകൾ പണ്ടത്തെക്കാൾ അധികം ഇന്ന് ഒരുപാട് കൂടിയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഈ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ടിന്റെ ബാർകോഡ് അടക്കം വെച്ചിട്ട് പോസ്റ്റുകൾ ഇടുകയുണ്ടായി. എല്ലാവരും ദയവായിട്ട് ഇതിനകത്തേക്ക് ഫണ്ട് ഇടുക എന്നുള്ള രീതിയിൽ. അതിന് താഴെ വരുന്ന കമന്റ്സ് കാണും, ഒരെണ്ണം പോലും ഞങ്ങൾ ഇടുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങളെല്ലാം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പകരം ഭയങ്കരമായിട്ട് ആളുകൾ വിശ്വാസക്കുറവ് എണ്ണി പറയണം, ഞങ്ങൾ കൊടുക്കാനില്ല, ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം, അല്ലെങ്കിൽ വിശ്വാസമുള്ള വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന രീതിയിൽ ഈ ഒരു ഫണ്ടിന്റെ വിശ്വാസ്യത അങ്ങ് പോയി കഴിഞ്ഞു കേരളീയ മനസ്സിൽ. തീർച്ചയായിട്ടും. അതായത് ഈ കൊടുക്കരുത് എന്ന് പറയുന്നവര് കാരണമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ കാരണം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ റവന്യൂ വകുപ്പിന്റെ ഒരു ഉത്തരവാണ്. അതായത് അന്തരിച്ച NCP നേതാവായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് പരേതന്റെ ചികിത്സ നടത്തിയ ചെലവിലേക്കായി 5 ലക്ഷം രൂപയും 2 മക്കളുടെ വിദ്യാഭ്യാസ ചെലവിലേക്കായി 10 ലക്ഷം രൂപ വീതം 20 ലക്ഷം രൂപയും ചേർത്ത് ആകെ 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 25 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും NCP നേതാവിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അയാൾ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും അനധികൃതമായിട്ട് സംഘടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നോ അല്ലെങ്കിൽ ഈ ഫണ്ട് തിരിച്ചടക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രസ്താവനകൾ ഉണ്ടായതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു രണ്ടാമതൊരു റീസൺ ആയിട്ട് പറയുന്ന ഒരു CPM നേതാവും ഭാര്യയും ചേർന്ന് പ്രളയ ഫണ്ട് തട്ടിച്ച കേസാണ്. 13 ലക്ഷത്തിന്റെ പ്രളയ സഹായം തട്ടിയ കേസ്, CPM നേതാവും ഭാര്യയും അറസ്റ്റിൽ. ഓക്കെ, ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ചെയ്തിരിക്കുക ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 1-ലധികം കേസുകളാണ് ഈ ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ട് വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഇതിനൊരു തീരുമാനമായിട്ടില്ല, വ്യക്തമായുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുകയോ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ആളുകൾക്ക് ഒരു വിശ്വാസത കുറവ് എന്തായാലും ഉണ്ടാവും, അതിലവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ റീബിൽഡ് കേരള എന്ന നിലയിലാണ് ഈ ഫണ്ട് പിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് കവളപ്പാറ ദുരന്തത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷവും കവളപ്പാറ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ച ആളുകൾ ഇപ്പോഴും ഒരു വീട് ഉണ്ടാക്കാൻ പറ്റാതെ
ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചാനലുകൾ പുറത്തുകൊണ്ടുവന്നൊരു വാർത്ത ഉണ്ടായി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇവിടെ പൈസ ലഭിക്കുന്നില്ല എന്നല്ലേ ആളുകൾ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ പ്രളയത്തിന് 2018 പ്രളയബാധിതരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ പല വീഡിയോകളിൽ താഴെ വന്ന് കമന്റ് ഇടുകയുണ്ടായിട്ടുണ്ട്. അതായത് അന്ന് അർഹരായ, അതായത് വീടൊക്കെ നശിച്ച് അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചു പോയ ആളുകൾക്കൊന്നും 10 പൈസ കിട്ടാതിരിക്കുകയും അനർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് അവര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, പാർട്ടിക്കാരായ ആളുകളിലേക്ക് ഒരു പ്രശ്നവും പറ്റാത്ത ആൾക്കാരിലേക്ക് പൈസ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ, അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്നിപ്പോ ഒരു 10 രൂപ കൊടുക്കണമെന്ന് അല്ലെങ്കിൽ ഒരു എത്ര രൂപ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് പോലും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഞാനൊരു 100 രൂപ സംഭാവന ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നീ എന്റെ സുഹൃത്താണ്, ഞാൻ കാണുകയാണ്, നീ പറയാണ് എനിക്ക് പ്രളയത്തിൽ എന്റെ വീട് പോയ കാര്യം നിനക്കറിയാലോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല കേട്ടോ, ചുമ്മാ ഇതിനൊന്നും കൊണ്ടിടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, ശരിയാണല്ലോ എന്റെ സുഹൃത്തിന്. അങ്ങനെ ഒരു 10 പേരോട് 20 പേരോട് പറയുമ്പോൾ തന്നെ ഈ അവിശ്വാസം അങ്ങ് പടർന്നു കഴിഞ്ഞു, ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോയി. രണ്ടാമതൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ന്യൂസ് ചാനലുകൾ ഇത്തരം വാർത്തകളെല്ലാം നമ്മളെ അറിയിച്ച മുഖ്യധാര ന്യൂസ് ചാനലുകൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഭയങ്കര സുഖമായി. ഇത് ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് നമ്മുടെ ഹഷ്മി താജ് ഇബ്രാഹിമിന്റെ ഇന്നലെ ഒരു ന്യൂസ് വന്നിരുന്നു. ദുരിതാശ്വാസ നിധിയെ പറ്റി മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായത് ഹഷ്മി താജ് ഇബ്രാഹിമിന്റെ പണ്ടത്തെ, അതായത് അപ്പൊ ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. 2 മിനിറ്റിന്റെ എൻകൗണ്ടറിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഒരു കിഡിലൻ സാധനം വരുന്നത്. അപ്പോ ഇതേ ഹഷ്മി തന്നെ ഇന്നലെ ഫ്ലവേഴ്സിന്റെ ശ്രീകണ്ഠൻ നായർക്കൊപ്പം ഉള്ള ഒരു ഷോയിൽ വന്നിട്ട് പറയുന്നതാണ്, അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞ സംഭവമാണ്. ഇപ്പോ നിങ്ങൾ എന്തായാലും നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾ ഫണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന്. അതെങ്ങനെയാണ് നമ്മൾ കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ട് എന്താണ് പ്രയോജനം? ഇപ്പൊ ഇത്രയും നാളുകൾ ഇപ്പോഴും വീടുകളായില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ചർച്ച ചെയ്തിട്ട് ആർക്കെന്താ പ്രയോജനം? അതുപോലെ മലയാള മനോരമയുടെ ഓൺലൈൻ പേജിലൊക്കെ ഇതേപോലെ കുടുക്ക പൊട്ടിച്ചിട്ട് അമ്മയ്ക്ക് മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈസ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ഇടുമ്പോ ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് 10 മിനിറ്റ് മുമ്പ് ഇട്ട പോസ്റ്റർ ഇതിനെന്തിനാ വീണ്ടും ഇടുന്നത്? ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്ന് ആളുകൾക്ക് തോന്നി. തീർച്ചയായിട്ടും തോന്നും, ഉറപ്പായിട്ടും തോന്നും. ഇതൊരു PR വർക്ക് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആളുകൾക്ക് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാനൊരു സാധാരണക്കാരി, ഞാൻ എല്ലാ ന്യൂസും ഭയങ്കരമായിട്ട് നോക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ നിങ്ങൾ ഈ വാർത്തകൾ പറയുന്ന ഈ ചാനലുകാരെ നിങ്ങൾ പറയുന്നത് ഏതാ സത്യം? നിങ്ങൾ ഇപ്പൊ പറയുന്നതാണോ സത്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്ന ന്യൂസൊക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ളമായിരുന്നു? ഇത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നതുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് ഫണ്ട് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ ഇത് വരുന്നു, ബൈറ്റ് വരുന്നു, സെലിബ്രിറ്റീസുകൾ എല്ലാവരും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അതിനെ പുകഴ്ത്തുന്നു ആളുകൾ, വളരെയധികം പുകഴ്ത്തുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, 2018 ആളുകൾ കൊടുത്ത എമൗണ്ടിനേക്കാൾ വളരെ കുറവാണ്. വളരെ കുറവാണ്. അന്നൊക്കെ കോടികൾ ആൾക്കാർ കൊടുത്തിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഗതി. നമുക്ക് കേരളത്തിന് ഫണ്ട് കൊടുക്കുക, മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കുക, കേരളം പഴയതുപോലെ ആക്കി തരിക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കാണിച്ചുകൊണ്ട് അതായത് ഈ സെലിബ്രിറ്റികൾ മമ്മൂട്ടി വന്ന് നമ്മുടെ ഇവിടുത്തെ രാജീവ് എംപിക്ക് ഫണ്ട്, മന്ത്രി രാജീവിന് ഫണ്ട് കൈമാറുന്നു, ഇതൊക്കെ വളരെ സംഭവമായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം ഇത് കാണുമ്പോൾ തോന്നണ ആളുകൾക്ക് മമ്മൂട്ടി കൊടുത്തു ഞാനും കൊടുക്കാം, അങ്ങനെ തോന്നിക്കാനാണോ? അത് ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഞങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റുകൾ കൊടുക്കുന്ന ഓരോ ആഴ്ചയും ഓരോ കുടുംബ യൂണിറ്റ് ആയിരിക്കും എന്താ പറയാ കുർബാന അന്ന് എന്താ പറയാ നേതൃത്വം കൊടുക്കാം. അപ്പൊ നമ്മുടെ യൂണിറ്റിന് എത്ര രൂപ പിരിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ആഴ്ച എന്ത് ചെയ്യും, അച്ഛനത് വിളിച്ചു പറയും. അപ്പോ ബാക്കിയുള്ള യൂണിറ്റുകാർക്കോ 40ാമത്തെ യൂണിറ്റ് ഇത്രയും കൊടുത്തെങ്കിൽ 41ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. അതെ എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതി. അപ്പൊ ഇതിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ദാനം കൊടുക്കുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. പബ്ലിസിറ്റി കൊടുക്കുന്നത് അവർക്ക് പറയാം, പ്രചോദനമാകാനെന്ന് പറയാം, സിമ്പിൾ ആയിട്ട് PR എന്നും പറയാം. പിന്നെ വിശ്വാസ്യത പോകാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വന്ന വേറൊരു ക്ലിപ്പാണ്. പ്രളയബാധിതരായിട്ടുള്ള ആളുകളുടെ 5000-ഓളം അപേക്ഷകൾ ചാക്കിൽ കെട്ടി തള്ളിയ നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ സഹിതം മനോരമയിൽ വന്നാണ്. അപ്പൊ അതിന്റെ പേപ്പർ ക്ലിപ്പിംഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് 5000 അപേക്ഷകൾ എന്ന് പറയുമ്പോൾ 5000 വ്യക്തികളായിരിക്കില്ല, 5000 കുടുംബങ്ങളാണ്. അതെ, അപ്പൊ 5000-ഓളം ആളുകൾക്ക് ഇപ്പോഴും 2018 മുതൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി. ദുരന്തം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും പൈസ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വീട് കിട്ടാനുണ്ട്, അർഹരായവരുടെ കയ്യിൽ എത്തിയിട്ടില്ല. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഫണ്ട് എത്രയൊക്കെ സുതാര്യമാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിവേചന അധികാരം എന്ന് പറഞ്ഞൊരു സംഗതി കറക്റ്റാണ്. ആരൊക്കെ ഓഡിറ്റ് ചെയ്താലും, ഇനി KPMG അല്ല, ഇനി ഇതിന്റെ ഓഡിറ്റർ ജനറൽ അല്ല, ആര് വന്ന് ഓഡിറ്റ് ചെയ്താലും മുഖ്യമന്ത്രി പറയാണ് ഇത് ഇന്നതിന് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഒരു അധികാരം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പാർട്ടി നേതാവിന്റെ വിദ്യാഭ്യാസത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവിനും ഒക്കെ ഇതിനടുത്ത് പൈസ ചെലവാക്കിയത്. തീർച്ചയായിട്ടും. കാരണം ഈ മുഖ്യമന്ത്രി സ്വജനപക്ഷപാതത്തിന് പേര് കേട്ടൊരു വ്യക്തിയാണ്. സ്വന്തം ആളുകൾക്ക് മാത്രം എല്ലാം കൊടുക്കുക. വെള്ളത്തിൽ ഒഴുകിപ്പോയ ആൾക്കാരിക്കില്ല, വീട്ടിലിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഭാര്യക്കായിരിക്കും പൈസ ഇടുന്ന ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അത്രത്തോളം ഈ രീതിയിൽ പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഫണ്ട് കൊടുക്കൂ എന്ന് പറയുന്നത് മൂന്ന് ആൾക്കാരാണ്. ഒന്ന് പാർട്ടി അനുഭാവികൾ, അവർക്കൊന്നും നോക്കാനില്ല, സ്ഥിരം ക്യാപ്സൂൾ ഇറക്കി തന്നെയാണ് ശീലം. രണ്ടാമത്തത് സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തൊക്കെ ചെയ്യണം, പക്ഷെ എവിടെ കൊടുക്കണം എന്ന് അറിയാതെ ഇത് മനസ്സിലായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് രാഷ്ട്രീയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അവര് പറ്റിക്കുമോ എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് ദ ടിപ്പിക്കൽ PR പരസ്യക്കാര്, ചാനലുകാർ. ഈ മൂന്ന് കൂട്ടരാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ദുരിതാശ്വാസ നിധിയെ വിശ്വസിക്കല്ലേ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ അതേപോലെ ശാസ്ത്രജ്ഞന്മാര് ഇന്നലെ വന്നിട്ട് പിൻവലിച്ചൊരു സംഭവമാണ്. അതായത് ഇത് ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ മീഡിയയോട് സംസാരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവ സ്ഥലം സന്ദർശിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ആളുകളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വായടക്കുക. അപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി തോന്നി, അങ്ങനെയാണെങ്കിൽ ഇവര് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊരു സംഭവത്തിന്റെ ബാക്കിലുണ്ടല്ലോ, ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അപകടമാണോ ഇത് എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സാധനത്തിൽ എടുത്തിട്ട് അലക്കിയപ്പോഴാണ് ഇത് അങ്ങനത്തെ ഒരു വിചാരം വെച്ചിട്ട് നമ്മൾ ചെയ്തതല്ല, പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു സാധനം വന്നത്. പക്ഷെ എന്ത് വിചാരമാണെന്നുള്ളത് അപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. വരില്ലല്ലോ. നിങ്ങൾക്ക് ഭയക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മടിയിൽ കനമില്ലാത്തവന് എന്തിനാണ് ഭയം? അത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. ഭയക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരും എന്ത് പഠനം നടത്തി എന്ത് സംസാരിച്ചാലും നിങ്ങൾ എന്തിനാ ഭയക്കുന്നേ? കാരണം ഇത് എന്താ പറയാ, നിങ്ങളുടെ പ്രശ്നം കൊണ്ട് വന്നതല്ലല്ലോ. കേന്ദ്രത്തിൽ നിന്നും എന്താ പറയാ ഒരു അറിയിപ്പും കിട്ടിയില്ല. കിട്ടി എന്ന് പറയുന്നത് പക്ഷെ വലിയ കാര്യമായിട്ടുള്ളതല്ല. റെഡ് അലർട്ട് അല്ല, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചു. സംഭവം ശരിയായിരിക്കാം, അങ്ങനെയാണ് സംഭവിച്ചു പോയി. പക്ഷെ നിങ്ങൾക്ക് ഭയക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ആളുകളുടെ വായടക്കുന്നത്? നിങ്ങളെ വിമർശിക്കുന്ന ആളുകളുടെ വായടക്കുന്നത് എന്തിനാണ്? പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നവർക്കെതിരെ കേസ് എടുക്കുന്നതിന്റെ യുക്തി മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുവാണെന്നും അതിനെ പ്രൊമോട്ട് ചെയ്യുവാണെന്നും പബ്ലിക്കലി ആൾക്കാർക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്ന ഒരു സമീപനമായിപ്പോയി. തീർച്ചയായിട്ടും. കാരണം നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമാണ് എന്നതല്ലേ. നിങ്ങൾ ഇത് വെളുപ്പിക്കുന്ന ഒരു സൈഡിൽ കൂടി നിങ്ങൾ ആഡ് കൊടുക്കുന്നു, ഇപ്പുറ സൈഡിൽ കൂടി അതിനെ അഗൈൻസ്റ്റ് പറയുന്ന കാരണം ഉണ്ടായിട്ട് അഗൈൻസ്റ്റ് പറയുന്ന ആളുകളെ ഈ ന്യൂസ് ചാനലുകൾ പറഞ്ഞതെല്ലാം അല്ലേ നിങ്ങൾ ഇതല്ലേ കാണിച്ചതെന്ന് പറയുന്ന ആളുകളെ കേസെടുത്ത് അവരെ വായടക്കാൻ നോക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഫാസിസം അല്ലേ. തീർച്ചയായിട്ടും. ഫണ്ട് മാത്രമാണ് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്നു. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പോയ വിശ്വാസം തിരിച്ചു വരുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പണ്ട് ബാലരമയിൽ വായിച്ചൊരു റഷ്യൻ നാടോടിക്കഥ ഉണ്ടായിരുന്നു. അതായത് ഒരിടത്ത് കൂട്ടുകാർ 3 പേരുണ്ടായിരുന്നു. ഒരാളുടെ പേര് സ്നേഹം, ഒരാളുടെ പേര് പ്രത്യാശ, ഒരാളുടെ പേര് വിശ്വാസം. ഇവര് 3 പേരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചു വരുമായിരുന്നു. അങ്ങനെ എനിക്ക് സ്നേഹത്തിന് പെട്ടെന്ന് തോന്നി നമ്മളിങ്ങനെ നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആളുകളിലേക്കൊക്കെ ചെല്ലണം. അപ്പൊ ആളുകൾ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ലൈഫ് ഇച്ചിരി കൂടി നല്ലതായിരിക്കും എന്ന് പറയും. അപ്പൊ പ്രത്യാശ പറയുമ്പോൾ അത് നല്ലൊരു കിട്ടിയുള്ള സാധനമാണല്ലോ. കാരണം ഞാൻ ആളുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര പ്രചോദനമൊക്കെ ആയിരിക്കും, ഉത്തേജനമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം, അങ്ങനെ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ വന്നൊരു റീയൂണിയൻ പോലെ വെക്കണം, തിരിച്ച് നമ്മളിവിടെ വരണം, എന്നിട്ട് നമ്മൾ പിന്നെയും പഴയ പോലെ തന്നെ ഹാപ്പിയാണ് എന്ന് പറയും. അപ്പൊ സ്നേഹം പറയുമ്പോൾ അത് നല്ലൊരു ഗുഡ് ഐഡിയ ആണ്. പക്ഷെ വിശ്വാസം മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇവര് ചോദിക്കും, എന്താണ് നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിനക്ക് ആളുകളിലേക്ക് ഇറങ്ങി പോകാനൊന്നും നിനക്ക് ഇഷ്ടമില്ലേ? അപ്പൊ വിശ്വാസം പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. ആൾക്കാരിലേക്ക് ഞാൻ ഇറങ്ങി പോകുന്നതോടുകൂടി വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുക. കാരണം ബന്ധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദൃഢമാണ്, അവരുടെ ലൈഫിന് ഭയങ്കരമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഈ പറഞ്ഞതുപോലെ പിന്നീട് ഒരു ദിവസം തിരിച്ച് ഇവിടെ വന്ന് കൂടുക എന്ന് പറഞ്ഞൊരു സംഗതി എനിക്ക് പോസിബിൾ അല്ല. കാരണം ഞാൻ ഒരിക്കൽ പോയാൽ പിന്നെ വരില്ല. വിശ്വാസത്തിന്റെ പ്രത്യേകത അതാണ്. അതൊരു ബന്ധങ്ങളിലാവട്ടെ, ഒരു ബിസിനസ്സിലാവട്ടെ, എന്തിനും ആവട്ടെ, ഒറ്റത്തവണ വിശ്വാസം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കറക്റ്റ് ഫോമിൽ തിരിച്ചു വരില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വിശ്വസിച്ചു കേട്ടോ എന്ന് പറയാം. സെയിം തന്നെയാണ് ഈ ഒരു ഫണ്ടിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, വിശ്വാസം ഒരിക്കലും പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. പക്ഷെ എനിക്ക് തോന്നിയ വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കട്ടെ, കൊടുക്കുന്ന ആൾക്കാരോട് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ആൾക്ക് അവകാശമില്ല. അതേപോലെ തന്നെ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് കൊടുക്ക് എന്ന് പറയാനും ഒരാൾക്കും അവകാശമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നടക്കുന്നുണ്ട്. കൊടുക്കരുത് എന്ന് പറഞ്ഞ് ആൾക്കാർ ചെന്നിട്ട് അയ്യോ ഇന്ന കാരണങ്ങൾ കൊണ്ട് കൊടുക്കരുത്. നിങ്ങളുടെ കാരണങ്ങൾ നിങ്ങൾ വെച്ചോളൂ, അവർക്ക് കൊടുക്കണമെങ്കിൽ അവർ കൊടുക്കട്ടെ, നിങ്ങൾ എന്തിനാ കൊടുക്കണ്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ ആരടാ, നീ ചെറ്റേ മറിച്ചവനെ മറ്റവനെ അതാ ഇതാ മൗഫ് തെറിയെന്ന് പറഞ്ഞ് ഇജാതി സൈബർ ആക്രമണം.
അയാൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ ഇഷ്ടം. കാരണം ഇത് ദാനമല്ലേ, അതെ, സംഭാവനയല്ലേ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കൊടുക്കണം. അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് കൈകടത്താൻ ഒരാൾക്കും അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരാൾക്കും അവകാശമില്ല. തീർച്ചയായിട്ടും കൊടുക്കുന്നവർ കൊടുക്കട്ടെ, കൊടുക്കാത്തവർ കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് ദുരിതാശ്വാസ ഫണ്ട് പോലുള്ളൊരു ഒറ്റ പദ്ധതി എന്തായാലും ആവശ്യമാണ്. പക്ഷെ സുതാര്യമായി നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്.